മോജോ. ഹായ് മോജോ. മോജോ നിങ്ങൾ ആരെ നോക്കണേ? മോജോനാണോ? ഫ്രഞ്ചിലും നമസ്കാരം പറഞ്ഞതാ. ആലുവയിൽ വരുന്ന എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് മീനുപ്രിയ. കല്യാണം കഴിഞ്ഞു. ആരും നോക്കണ്ട, എൻ്റെ അല്ല, എൻ്റെ കസിൻ്റെ. ഒരു കല്യാണ വീട്ടില് കല്യാണം നടന്നാലും ഇല്ലെങ്കിലും കത്തിവെപ്പും കുത്തിത്തിരിപ്പും നടന്നിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ഒരു കസിന്റെ കല്യാണം ഇങ്ങനെ കൂടി ഇരിക്കുമ്പോൾ വേറൊരു കസിൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ കൊറിയൻ സീരീസ് ഒക്കെ കാണാറുണ്ടോ? എന്ത് അടിപൊളിയാണെന്ന് അറിയോ? ശരിയാണ്, കൊറോണ കുറഞ്ഞപ്പോ കൊറിയൻ പ്രേമം കൂടിയായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞു, ഞാൻ ഒരു ഒറ്റ രാത്രി കൊണ്ട് 8 എപ്പിസോഡുള്ള 9 സീസൺ കണ്ടു തീർത്തുന്ന്. ഞാൻ ചോദിച്ചു, നീ മെഗാ സീരിയൽ കണ്ടിട്ടുണ്ടോ? ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഡിഗ്രി വരെ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കൊന്നുമല്ലല്ലോ. അവളങ്ങനെ കൊറിയൻ ഭാഷയും പഠിച്ചോന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ത്യയിൽ വല്ല ഭാഷകൾ അറിയാമോ? ഞാനൊക്കെ എത്ര സിനിമ കണ്ട് എത്ര ഭാഷ പഠിച്ചെന്നറിയോ? ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ വരെ എനിക്കറിയാം. കന്നഡ ഗൊത്താക്കണോ? അതല്ലേ ഇപ്പൊ കന്നഡ ഫിറ്റ് ചെയ്ത് നടക്കുന്നതെന്ന്. എന്താ കന്നഡ സ്റ്റൈലല്ലേ? ഓ ഗോഡ്. കാല് വളഞ്ഞു 1000 രൂപ ടീം. പെട്ടെന്ന് അവളുടെ അനിയൻ അങ്ങോട്ട് കയറുമെന്ന്. കൂടെ ഒരു വളർത്തുനായമുണ്ട്. അപ്പൊ ഈ ചെറുക്ക കൊച്ചു പയ്യനാ, 3ാം കണ്ടാ പഠിക്കണേ. ഈ വളർത്തുനായോട് പറഞ്ഞു കൊടുക്ക, ഇല കടിച്ച ചിക്കൻ 65 നിക്കുന്നേന്ന്. അവൻ അമ്മോട് ആന്റിയോട് ഇങ്ങനെ ഒന്നും പറയില്ല. ആന്റിയോട് സോറി പറയേ. ആന്റി 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 ആന്റി. ആ പട്ടി കടിച്ചാ മതിയായിരുന്നു. ആ കൊച്ചു മനസ്സിന് എന്നോട് എന്താ ഇത്ര വൈരാഗ്യം ആലോചിച്ചെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവനെ മലയാളം പഠിപ്പിക്കുന്ന മലയാളം ടീച്ചർ ഞാനായിരുന്നു. ഈ ചെറുക്കനൊക്കെ ജനിക്കുമ്പോൾ തൊട്ട് വായന വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് സിനിമ സീരീസും കണ്ടുകൊണ്ട് ഇതുങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് അറിയാം. ജീവിതകാലം മുഴുവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല. അപ്പോ ഈ ചെക്കനെ മലയാളം പഠിപ്പിച്ചാൽ ഞാനെന്ന് പറഞ്ഞല്ലോ. ഇതുങ്ങളൊക്കെ ജനിക്കുമ്പോൾ തൊട്ട് ഇംഗ്ലീഷ് കാണുന്നു. ഞാനൊക്കെ അവന്റെ പ്രായത്തിൽ ഈ കാർട്ടൂണുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈ മിക്കി മൗസ്, ടോം ആൻഡ് ജെറി, മിസ്റ്റർ ബീൻ അല്ലേ. ഇതുങ്ങൾക്കൊന്നും കാർട്ടൂൺ എന്താന്ന് പോലും അറിയാൻ പാടില്ല. പക്ഷെ എനിക്കിപ്പോഴും കാർട്ടൂണുകളെ പറ്റി നല്ല ഗ്രാഹ്യമാണ്. ഞാനിപ്പോഴും അതൊക്കെ തന്നെയാണ് കാണുന്നത്. പെട്ടെന്ന് ആ കല്യാണ വീട്ടിൽ വലിയൊരു സഭ കൂടി. സകല അമ്മായിമാരും കൂടിയുണ്ട്. എൻ്റെ അമ്മയും കൂടെ നിൽപ്പുണ്ട്. എന്തിനാണെന്ന് നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പൊ ഉള്ളതിൽ കെണിച്ചിയായ മൂത്ത അമ്മായി അവിടെ ആബ്സെന്റ് ആണ്. അപ്പൊ ഉള്ളതിൽ സീനിയർ അങ്ങോട്ട് തുടങ്ങി. വേറെ അമ്മായിനോട് ഇങ്ങനെ പറയാണ്, നിന്റെ മോളിപ്പോ എന്ത് പറയുന്നു, എന്താണ് വിശേഷങ്ങളൊക്കെ? അങ്ങനെ കുത്തി ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ലോകമുണ്ടായ കാലത്തോട്ടുള്ളതാണ് ഈ കമ്പാരിസൺ അഥവാ താരതമ്യം ചെയ്യൽ. അപ്പുറത്തെ വീട്ടിൽ ഉണ്ണിയെ കണ്ടുപിടിക്കും, ഇപ്പുറത്തെ വീട്ടിൽ ഉണ്ണിയെ കണ്ടുപിടിക്കും. ദേ ഇരിക്കുന്നു നല്ലവനായ വേറൊരു ഉണ്ണി. അപ്പോ അങ്ങനെ കമ്പാരിസൺ ഉണ്ട്. അപ്പൊ ഈ എൻ്റെ ഈ അമ്മായിയും ആ നല്ലവളായ ഉണ്ണിയും താമസിച്ചിരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. എൻ്റെ അമ്മ നേരം വെളുക്കുമ്പോൾ തുടങ്ങും ആ കൊച്ച് അതിനെ കണ്ടുപിടിക്കും. ആ കൊച്ച് വെളുപ്പിന് എണീക്കും. ഞാൻ നോക്കുമ്പോഴൊക്കെ അതിൻ്റെ റൂമിൽ വെളിച്ചവും കാണും. എന്തിനാന്നറിയോ? പഠിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ അവള് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും, കണ്ണ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ലൈറ്റ് ഇട്ടത്. പിന്നീട് ഒരു വെളുപ്പാൻ കാലത്ത് ഞാൻ കേൾക്കുന്നത്, നല്ല വെളുത്ത് വരുന്ന സമയത്ത് വെളുപ്പിന് പേപ്പർ ഇടാൻ വരുന്ന പേപ്പറുകാരൻ്റെ കൂടെ, യുവ കോമളനായ പേപ്പറുകാരൻ്റെ കൂടെ അവള് ഒളിച്ചോടിപ്പോയി. അങ്ങനെ വെളുത്ത് തുടങ്ങിയ ആ ദിവസം കരിദിനമായി ആചരിച്ചു. അവരുടെ വീട്ടുകാരും അങ്ങനെ ഒരു നല്ല പാഠവും പഠിച്ചു. എനിക്ക് നട്ടുച്ച വരെ കിടന്നുറങ്ങാനുള്ള ലൈസൻസും കിട്ടി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോ അമ്മായിക്ക് ദേഷ്യം വന്നു. സ്വന്തം മോളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോ അവളങ്ങനെ പോയെങ്കിൽ ഇപ്പൊ നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയാണ്. അവൾക്ക് ഇപ്പൊ ഒരു കുട്ടിയൊക്കെ ആയി അടിപൊളിയായിട്ട് ഇത് കേട്ടത് എൻ്റെ അമ്മ എന്നെ സൈഡിലേക്ക് വിളിച്ചുകൊണ്ടിട്ട് പറയാം, കേട്ടാ ആ കൊച്ചു അങ്ങനെ പോയാൽ എന്താ അന്തസ്സായി, ഇപ്പൊ എന്താ അന്തസ്സായിട്ട് ജീവിക്കുന്നത്, നീയൊക്കെ ഇങ്ങനെ പുഴകി നടന്നോന്ന്. ഞാനും ഇനി വെളുപ്പിന് എണീക്കണം. എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടാ.